ജൂലൈ 12 വിശുദ്ധ ജോൺ ഗ്വാൽബർട്ട്. ജനനം 985 വർഷം ഇറ്റലിയിലെ ഫ്ലോറൻസിൽ. മരണം 1073 ഇറ്റലിയിലെ ടസ്കനയിൽ. ഫ്ലോറൻസിലുള്ള ധനികരും കുലീനരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധ ജോൺ ജനിച്ചു. ക്രിസ്തീയ തത്വങ്ങൾ യൗവനത്തിൽ തന്നെ പഠിച്ചുവെങ്കിലും ക്രമേണ ലോകമായകളിൽ അദ്ദേഹം മുഴുകി. സുഹൃതാഭ്യാസനത്തിലുള്ള ന്യായങ്ങൾ അദ്ദേഹത്തെ സ്പർശിക്കാതെയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഏക സഹോദരൻ ഹ്യൂഗോയെ ആ നാട്ടിലെ ഒരുവൻ വധിച്ചത്. ഈ വധത്തിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ തൻ്റെ അപമാനം തീരുകയില്ലെന്ന് ജോൺ വിചാരിച്ചു. അക്കൊല്ലം ദുഃഖവെള്ളിയാഴ്ച ഫ്ലോറൻസിൽ സ്വന്തം ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിൽ വച്ച് തൻ്റെ സഹോദരനെ കൊന്നവനെ കണ്ടുമുട്ടി. ഉടനെ വാളൂരി അവൻ്റെ കഥ കഴിക്കണമെന്ന് ജോൺ വിചാരിച്ചു. ഘാതകൻ അപ്പോൾ തന്നെ കുതിരപ്പുറത്തു നിന്ന് താഴെ ഇറങ്ങി ജോണിൻ്റെ പാദത്തെങ്കിൽ വീണുകൊണ്ട്, അങ്ങ് ആരുടെ പീഡകളുടെ ഓർമ്മ അനുസ്മരിക്കുന്നുവോ അവിടത്തെക്കുറിച്ച് തന്നോട് ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു. സ്വഘാതകരോട് ക്ഷമിച്ച യേശുക്രിസ്തുവിൻ്റെ ഓർമ്മ യുവാവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അയാൾ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന യാതൊന്നും ഞാൻ തിരസ്കരിക്കുകയില്ല. നിന്റെ ജീവിതം മാത്രമല്ല, എൻ്റെ മൈത്രിയും കൂടെ ഞാൻ നിനക്ക് തരുന്നു. ദൈവം എൻ്റെ പാപം ക്ഷമിക്കാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരസ്പരം ആശ്ലേഷിച്ച് അവർ യാത്ര പറഞ്ഞു. അവിടെ നിന്ന് അദ്ദേഹം പോയത് വിശുദ്ധ ബെന്നറ്റിൻ്റെ സന്യാസ സഭയുടെ ആശ്രമ ദേവാലയത്തിലേക്കാണ്. അവിടെ ജോൺ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ക്രിസ്തു സ്നേഹസൂചകമായി ശിരസ് നമിച്ചു. അനുതാപപൂർണനായ ജോൺ ആശ്രമത്തിൽ ചേരുവാൻ അനുവാദം ചോദിച്ചു. ജോണിൻ്റെ കോപശീലത്തെ ഭയന്ന് ആബട്ട് അല്പം മടിച്ചെങ്കിലും അവസാനം ജോണിന് സഭാവസ്ത്രം നൽകി. കോപിഷ്ഠനായി ജോണിൻ്റെ പിതാവ് ഓടിയെത്തിയെങ്കിലും ചരിത്രം മുഴുവൻ കേട്ടപ്പോൾ ക്ഷമിച്ചു. പ്രാർത്ഥനയും നിരന്തര ധ്യാനവും വഴിയായി ജോൺ തന്നിലുണ്ടായ മാനസാന്തരം നിലനിർത്തി. ക്രമേണ ശാന്തതയിലും എളിമയിലും ഏകാന്തതയിലും ക്ഷമയിലും അത്യധികം പുരോഗമിച്ചു. ആബട്ട് മരിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് ജോണിനെ തിരഞ്ഞെടുക്കുവാൻ അംഗങ്ങൾ അത്യധികം ആഗ്രഹിച്ചുവെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. അവിടെ നിന്ന് കൂടുതൽ ഏകാന്തതയ്ക്കായി ടസ്കനിയിൽ ഒരാശ്രമം സ്ഥാപിച്ചു. അതാണ് വലംബ്രോസിയൻ സഭ. 1070 പുതിയ സഭ ചാരവസ്ത്രത്തോടെ പ്രത്യക്ഷപ്പെട്ടു. ആജീവനാന്ത മൗനവും കഠിനമായ ആവൃത്തിയും പുതിയ സഭയുടെ പ്രത്യേകതകളാണ്. എളിമയും ശാന്തതയും ഉയർന്ന തോതിൽ ഫാദർ ജോൺ അഭ്യസിച്ചിരുന്നുവെങ്കിലും കുറ്റക്കാരെ ശാസിക്കുവാൻ അദ്ദേഹം മറന്നിട്ടില്ല. പുതിയ സഭ സ്ഥാപിച്ചിട്ട് 3 കൊല്ലമേ സ്ഥാപകൻ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും അതിനിടയ്ക്ക് 12 ആശ്രമങ്ങളുണ്ടായി. ആധ്യാത്മികാധികാര വിൽപ്പന മുതലായ വൈദികരുടെ തെറ്റുകൾ കുറേയൊക്കെ തിരുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 74-ാമത്തെ വയസ്സിൽ 1073 ജൂലൈ 12 ജോൺ ഗ്വാൽബർട്ട് തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായി ഈ ലോകത്തോട് വിടവാങ്ങി. 12-ാം ശതാബ്ദത്തിൻ്റെ അവസാനമായപ്പോഴേക്ക് പുതിയ സന്യാസ സഭയുടെ 60 ആശ്രമങ്ങളുണ്ടായി. നിയമങ്ങൾ സ്വല്പം ലാഘവപ്പെടുത്തി. 1193 സെലസ്റ്റൈൻ മൂന്നാമൻ മാർപ്പാപ്പ ജോണിനെ വിശുദ്ധനായി നാമകരണം ചെയ്തു. വചനം 1 കോറിന്തോസ് 15-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംകാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. വിചിന്തനം. ഒരു കുറ്റം ഈശോയെ പ്രതി ക്ഷമിച്ചതിനാണ് സമുന്നതമായ കൃപാവരം ലഭിച്ച് ഉന്നത പുണ്യത്തിൽ വിശുദ്ധനായ ജോൺ എത്തിച്ചേർന്നത്. ഈശോ തൻ്റെ ഘാതകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹൃദയസ്പൃക്കായ രംഗം നാം പലപ്പോഴും ചിന്തിക്കുന്നത് ഉത്തമമായിരിക്കും.